ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഫരീദാബാദിലെ പർസോൺ ടെമ്പിളിനടുത്തുള്ള ഒരു തോട് അല്ലെങ്കിൽ അരുവി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കുട്ടികളുമായി പോകുന്നത്. ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മളൊരു ചെറിയ ഉത്തരാഖണ്ഡിൽ വന്ന പോലെ ഒരു ഫീലാണ്. നല്ല ഗ്രീനറിയോടുകൂടിയുള്ള ഒരു സ്ഥലം. ഇവിടെ കാണപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഗ്രേ ലങ്കൂർ അഥവാ ചാരക്കുരങ്ങ്, ഹനുമാൻ കുരങ്ങ് എന്ന് അറിയപ്പെടുന്നു. ഇത് ശരിക്കും ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഈ കുരങ്ങുകൾ ഒരുപാടുള്ള സ്ഥലമായതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാതെ വേണം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ തോടിൻ്റെ ഉത്ഭവ സ്ഥാനമെന്ന് പറയുന്നത് പർസോൺ മന്ദിർ ഫരീദാബാദിൻ്റെ അവിടെ നിന്ന് തന്നെയാണ്. ഇതിനെ പല പല ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. കുട്ടികളുമായി ഈ നിൽക്കുന്ന സ്ഥലത്തെ ഈ തോടിന് അധികം താഴ്ചയില്ലാത്തതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവർ വളരെയധികം സന്തോഷത്തിലാണ് അവിടെ കളിക്കുന്നത്. കുറേ അധികം മുകളിലേക്ക് പോകുമ്പോൾ പർസോൺ മന്ദിറിന് അടുത്തേക്ക് എത്തുമ്പോഴാണ് താഴ്ചയുള്ള തോടുകൾ നമുക്ക് കാണാൻ കഴിയും. മുതിർന്നവർക്ക് കുളിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലം അവിടെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫരീദാബാദിലുള്ളവരെല്ലാം ഒരു തവണയെങ്കിലും കുട്ടികളുമായി അവിടെ പോയി കാണണം. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. കുട്ടികളുടെ ഈ കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം നമുക്ക് ഓർമ്മ വരുന്നു. കേരളത്തിൽ നമുക്കും ഇതുപോലെ തോടുകളും അരുവികളും ഒക്കെ കാണാൻ കഴിയുമായിരുന്നു. ഇന്നുള്ള കുട്ടികൾക്ക് അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും ഇപ്പോൾ ഫരീദാബാദിലും നമുക്ക് അതുപോലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നത് വളരെയധികം സന്തോഷം തോന്നുന്നു. ശരിക്കും ഇതൊരു കാടിനുള്ളിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്കൊന്നും അവിടെ പോകാനായിട്ട് ആരും ശ്രമിക്കരുത്. എപ്പോഴും പോകുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ട് വേണം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. കുട്ടികളുമായി ഇവിടെ പോയാൽ അവർക്ക് തിരിച്ചു വരാനുള്ള മനസ്സേ തോന്നത്തില്ല. അതുപോലെ ഭംഗിയുള്ള സ്ഥലമാണ്. അതുപോലെ അവർക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ.